ഇടുക്കി പള്ളിവാസൽ വിപുലീകരണ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തിന് സമർപ്പിച്ചു. നാടിന്റെ വൈദ്യുതി മേഖലയിൽ പദ്ധതി വലിയ മാറ്റം സൃഷ്ടിക്കുമെന്നും ഉൽപാദന പ്രസരണ രംഗത്ത് ഇത് വലിയ ചുവടുവയ്പായി മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. കാത്തിരിപ്പിനൊടുവിൽ പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. നാടിന്റെ വൈദ്യുതി മേഖലയിൽ പദ്ധതി വലിയ മാറ്റം സൃഷ്ടിക്കുമെന്നും ഉൽപാദന പ്രസരണ രംഗത്ത് ഇത് വലിയ ചുവടുവയ്പായി മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പള്ളിവാസൽ വിപുലീകരണ പദ്ധതി നമ്മുടെ നാടിന്റെ വൈദ്യുതി മേഖലയിൽ വലിയൊരു മാറ്റമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഉൽപാദന പ്രസരണ രംഗത്ത് വലിയൊരു ചുവടുവയ്പായി ഇത് മാറും. നമ്മുടെ നാട്ടിലെ ഊർജ ആവശ്യങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. അത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ പദ്ധതികളാണ് സംസ്ഥാനത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത്. അതിലൊന്നാണ് പള്ളിവാസൽ വിപുലീകരണ പദ്ധതി. ലക്ഷ്മിയാർ, നല്ലതണ്ണിയാർ, മാട്ടുപ്പെട്ടിയാർ എന്നിവയുടെ സംഗമ സ്ഥലത്ത് നിന്നാണ് പദ്ധതിക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാക്കുന്നത്. ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. പള്ളിവാസൽ വിപുലീകരണ പദ്ധതി പൗരോസംഗമത്തിൽ നടന്ന ചടങ്ങിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. MLA-മാരായ എം മണി, അഡ്വക്കേറ്റ് എ രാജ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ദേവികുളം താലൂക്കിൽ പള്ളിവാസൽ വില്ലേജിൽ മുതിരപ്പുഴയാറിന്റെ തീരത്താണ് പദ്ധതി സ്ഥാപിച്ചിട്ടുള്ളത്. പ്രധാനമായും മാട്ടുപ്പെട്ടി, കുണ്ടള എന്നീ ജലസംഭരണികളിലെ വെള്ളം ഉപയോഗിച്ചാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. പദ്ധതിക്കായി മൂന്നാറിൽ നിലവിലുള്ള രാമസ്വാമി അയ്യർ ഹെഡ്വർക്സിൽ പുതിയ ഇൻടേക്ക് സ്ഥാപിച്ച് ഏകദേശം 4.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കം വഴി വെള്ളം തിരിച്ചുവിട്ട് വാൾവ് ഹൗസിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് വെള്ളം പുതിയ പെൻസ്റ്റോക്കിലൂടെ നിലവിലുള്ള പള്ളിവാസൽ പദ്ധതിക്ക് സമീപം സ്ഥാപിച്ചിട്ടുള്ള വൈദ്യുതി നിലയത്തിൽ എത്തിച്ച് ഉൽപാദനം നടത്തുന്നു. പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയിൽ 30 മെഗാവാട്ട് ശേഷിയുള്ള 2 ജനറേറ്ററുകളാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ ഇതിനോടനുബന്ധിച്ച് 220 kV സബ്സ്റ്റേഷനും സ്ഥാപിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ വാർഷികോൽപാദനം 153.90 ദശലക്ഷം യൂണിറ്റാണ്. 594.37 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.